ആത്മാർത്ഥമായ ഏതൊരു പ്രണയവും ആരംഭിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെയാണ്. എന്നാ ഒന്ന് പ്രേമിച്ച് കളയാം എന്നാലോചിച്ചൊന്നും നടക്കുന്നതല്ല. ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ യാന്ത്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രണയം ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കോൺഷ്യസ് മൈൻഡിലേക്ക് ഷിഫ്റ്റ് ആകാറുണ്ട്. എക്സ്റ്റേണലോ ഇന്റേണലോ ആയിട്ടുള്ള ട്രിഗറുകളാണ് ഈ ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്നത്. എക്സ്റ്റേണൽ ട്രിഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ വീട്ടിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നോ ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇൻപുട്ടുകൾ കാരണം ഒരു പെട്ടെന്നൊന്ന് ചിന്തിച്ചിട്ട് കോൺഷ്യസ് മൈൻഡിലേക്ക് മടങ്ങി വരും. ഇനി ഇന്റേണലി ഉള്ള ട്രിഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന വ്യക്തികൾക്കിടയ്ക്ക് തന്നെ ചില മാറ്റങ്ങൾ വരും. ബ്രേക്കപ്പ് ആകുന്നതും രണ്ട് രീതിയിൽ നടക്കാറുണ്ട്. ഒന്നാമത്തത് വളരെ സ്നേഹമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് പെയിൻഫുൾ ആണ് പക്ഷെ ഓക്കെ ആയിട്ട് എല്ലാം അക്സെപ്റ്റ് ചെയ്ത് പിരിയാറുണ്ട്. ആ നടക്കുന്നതെന്ന് പറയുന്നത് കോൺഷ്യസ് മൈൻഡിലാണ്. വളരെ ബോധപൂർവ്വം ലോജിക്കലായിട്ട് ചിന്തിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ്. രണ്ടാമത്തെ ടൈപ്പ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ഹൈലി ഇമോഷണലാണ്. നല്ല രീതിയിൽ ഒരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. ചിലപ്പോൾ കരഞ്ഞു വിളിച്ചോ ഒഴിഞ്ഞു മാറിയോ ഒക്കെ പോകുമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ നല്ല ഫൈറ്റ് ആയിരിക്കും. ചീത്ത വിളിക്കുകയും നീ എന്നെ ചതിച്ചു ഞാൻ നിന്നെ ചതിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. മുൻപ് പ്രണയിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മറന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും ആ ഒരു ലാസ്റ്റ് ഫൈറ്റിംഗ് സ്റ്റേജിൽ വരുന്നതെന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രണയം അവിടെ സബ് കോൺഷ്യസ്ലി എൻഡ് ചെയ്തു. മുൻപ് നടന്ന കാറ്റഗറിയിൽ സബ് കോൺഷ്യസ്ലി സ്റ്റാർട്ട് ചെയ്ത പ്രണയം എൻഡ് ചെയ്തിരിക്കുന്നത് കോൺഷ്യസ് മൈൻഡിലാണ്. ആ ഒരു അവസ്ഥയിൽ അവരുടെ അടുത്തുള്ള നിങ്ങളുടെ പല ഫീലിങ്സും മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ അതെല്ലാം തിരിച്ചു വരാനായിട്ടുള്ള ചാൻസ് നല്ല കൂടുതലാണ്.